ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അൻ ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു ഖാല കുന്തു ഗുലാമൻ ഫി ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ ഞാൻ കുട്ടിയായിരിക്കെ മഹാനായ ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു പറയാണ്, കുട്ടിയായിരിക്കെ നിബിതങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാനത്ത് യദി തത്തീശു ഫി സഫ, ഭക്ഷണപാത്രത്തിലൂടെ പ്ലേറ്റിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറക്കും, കൈ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ഫഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം കുട്ടിയായ എൻ്റെ കൈ കുറേ അങ്ങോട്ടും കുറേ ഇങ്ങോട്ടും കുറേ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ നബിതങ്ങൾ എന്നോട് ഉപദേശിച്ചു, സെമ്മില്ല, ആദ്യം ബിസ്മി ചൊല്ലുക. നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് ബിസ്മി. നമ്മൾ പല സമയത്തും ചെല്ലേണ്ടതാണ്, അത് പഠിപ്പിക്കേണ്ടത് നാമാണ്. സെമ്മില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക എന്ന് പറഞ്ഞു. വക്കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക എന്ന് കൂടി നമ്മൾ പഠിപ്പിക്കണം. ഇത് നബിതങ്ങൾ ഈ കുട്ടിയോട് പറയാണ്, നിൻ്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണം. വക്കുൽ മിമ്മ യലീക്ക്, അടുത്തുള്ളത് കഴിക്കണം. കുട്ടിയുടെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അടുത്തുള്ള ഭക്ഷണം കഴിക്കുക, കൈ പാത്രത്തിൽ അങ്ങോ ഇങ്ങോ ആയിട്ട് സഞ്ചരിക്കാതെ അടുത്തുള്ള ഭക്ഷണം കഴിക്കുകയും വലത് കൈ കൊണ്ട് കഴിക്കുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓരോ ആളുകളും അവരുടെ വീട്ടിലെ അല്ലെങ്കിൽ തൻ്റെ കുട്ടികളെ ബിസ്മി ചൊല്ലാനും ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദയും അതേപോലെ തന്നെ ഇസ്ലാമികമായിട്ട് നമ്മൾക്ക് ഏതൊക്കെ മേഖലകളിൽ ആവശ്യമായ മര്യാദകളുണ്ടോ അതൊക്കെ നാം പഠിപ്പിക്കേണ്ടത് ഓരോ വീട്ടിലെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമയാണ്. ഇതാണ് ഈ ഹദീസിൽ നമ്മെ ഉണർത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.